ആ കഥ ശാത്ത്. ശരി സാർ. മാഷ് കൂടി ഇരിക്കും. കൊള്ളാം അല്ലേ മാഷേ? ആ അലവലാതി ഹോട്ടലിലെ താമസവും ഭക്ഷണവും ഒക്കെയാ മാഷ് ഇത്രയും കുഴപ്പത്തിലാക്കി. ആശുപത്രി വരെ എത്തിച്ചു. എന്നാലും ദോഷമൊന്നും വന്നില്ല. അല്ല, മാഷ് എന്ത് തീരുമാനിച്ചു? എന്ത്? മാലതിയുടെ കാര്യത്തിൽ മാഷ് എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? അപ്പൊ ഇതുവരെ കാണിച്ച കളിത മാഷ. അപ്പൊ എന്തെന്നെ പേടിപ്പിക്കണേ? പേടിപ്പിക്കല്ല, നമുക്കിനി അധികം സമയമില്ല. ഈ രാത്രി നിർണായകമാണ്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട രാത്രി. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? വീട്ടുകാരൊക്കെ ഇട്ടെന്ന് ആലോചിച്ചിട്ട്. വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ടാണോ മാഷു മാലതിയെ പ്രേമിച്ചത്? അതിന് ഞാൻ മാലതിയെ കൈവിടുന്നില്ലല്ലോ. മനഃപൂർവ്വം കൈവിട്ടില്ലെങ്കിലും സാഹചര്യം കൊണ്ട് നഷ്ടപ്പെട്ടാൽ ഒരു പാവപ്പെട്ട പെൺസിക്കുക. അപ്പോ ഒന്ന് വ്യക്തമായിട്ട് പറയൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. നാളെ മാലതിയുടെയും മാഷുടെയും വിവാഹമാണ്. രജിസ്റ്റർ വിവാഹം. നാളെയോ? എന്താ, മാലതിയെ കെട്ടാൻ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അറിയിച്ചേക്കാം. മാലതിയില്ലാത്തൊരു ജീവിതത്തെ പറ്റി സങ്കല്പിക്കാൻ കൂടി എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ മാഷ് വിദ്യാഭ്യാസമുള്ളവനാണ്, വിവേകശാലിയാണ്, സംസ്കാര സമ്പന്നനാണ്, ജനമറിയുന്ന കവിയാണ്. പക്ഷെ ഒരു പെൺകുട്ടി കാണിക്കുന്ന ധൈര്യം പോലും മാഷക്കില്ല എന്ന് പറഞ്ഞാൽ അത് മഹാ കഷ്ടമാണ് മാഷെ. നാളെ നടന്നില്ലെങ്കിൽ ഇനി ഈ ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ എന്ത് വേണമെന്ന് അപ്പു പറയൂ. ആഘോഷപൂർവ്വമുള്ളൊരു കല്യാണം വേണ്ടത്ര സമയമെടുത്ത് നാട്ടിൽ പോയി നടത്തിക്കൊള്ളൂ. നാളത്തെ ഈ ചടങ്ങ് ആ കുട്ടിക്കൊരു ഉറപ്പിന് വേണ്ടി മാത്രമാണ്. തൽക്കാലം ഇത് മറ്റാരും അറിയുന്നില്ല, അമ്മണിക്കുട്ടി പോലും. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, ഞാൻ പോയി എല്ലാം ഏർപ്പാട് ചെയ്യാം. മാഷ് ഒരു 1000 രൂപയും എടുത്തട്ടെ. കൂടുതലുണ്ടല്ലോ. കണക്കൊക്കെ പിന്നെ പറയാം.